startech.com എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ 7.1 USB എക്സ്റ്റേണൽ സൗണ്ട് കാർഡ് വിത്ത് SPDIF ഡിജിറ്റൽ ഓഡിയോ എന്ന് പറയുന്ന ഒരു സൗണ്ട് കാർഡാണ്. ഇത് ഞാൻ ദുബൈയിൽ നിന്ന് മേടിച്ചതാണിത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇത്രത്തോളം കുഞ്ഞൊരു സൗണ്ട് കാർഡ് വിത്ത് ഇതിനകത്തൊരു USB കോഡും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രൈവർ CD ഉണ്ട്. ഡ്രൈവർ CD എന്ന് പറഞ്ഞാൽ അത് ഡ്രൈവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ XR ഓഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആപ്ലിക്കേഷനായിട്ട് വരും. ആ ആപ്ലിക്കേഷനകത്ത് നമുക്ക് കുറേ സെറ്റിങ്സുകളുണ്ട്. USB ഓഡിയോ വന്നിട്ട് 7.1 ഓഡിയോ ആയിട്ട് മാറ്റാൻ വേണ്ടിയുള്ള കുറേ ഓപ്ഷൻസുകളുണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ സ്റ്റീരിയോ ഓപ്ഷൻ ഉണ്ട്. ഒരു സ്റ്റീരിയോ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നമുക്ക് സ്റ്റീരിയോ മൈക്കും അല്ലാതെ നമ്മുടെ എന്താ പറയുക ഇതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു സ്റ്റീരിയോ പിൻ ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ SPDIF ഔട്ടും ഉണ്ട്, ഇന്നുണ്ട്. ഇത് പക്ഷേ 5.1 വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അത് ഏത് കാര്യത്തിലായാലും SPDIF ഉണ്ടെങ്കിൽ അത് 5.1 വർക്ക് ചെയ്യത്തുള്ളൂ, 7.1 ഓഡിയോ വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ഉള്ളതാണ് ഇതിനകത്ത് ഹെഡ്ഫോൺ കുത്താനായിട്ട് ഭാഗമുണ്ട്. പിന്നെ ലൈൻ ഇന്ന് അതായത് നമുക്ക് ഓഡിയോ ഇന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നു, ശരിക്കും കണ്ടു എല്ലാ ഭാഗവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 3 പാർട്ടായിട്ടാണ്. ഒന്ന് 2.1, ദെൻ അടുത്തത് 5.1, ദെൻ 7.1. ഫസ്റ്റ് പാർട്ട് ഈസ് 2.1 എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷൻ. ഓക്കെ, then next one is 5.1. it means front, surround, center bass, and the next one is the back. so the back ആകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 7.1ന്റെ ഒരു ലൈൻ കൂടെ ഉണ്ട്. അപ്പോൾ ആ 7.1 വരുന്ന സമയത്ത് ഇത് ബാക്കായിട്ട് പോകും. ലാസ്റ്റ് വൺ ബാക്കായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ബാസ് വരും, പിന്നെ സെൻട്രൽ സബ്വൂഫർ വരുന്നു. അത് കഴിഞ്ഞ് സറൗണ്ട്, അത് ഈ സൈഡിൽ വരുന്ന സ്പീക്കർ, പിന്നെ ഫ്രണ്ട്, ഏറ്റവും ഫ്രണ്ടിലുള്ള ഓഡിയോ. ഞാനിത് ഉപയോഗിച്ചു. പിടുക്കം സാധനം 7.1ന്റെ HD ഓഡിയോ ഔട്ടുള്ള, അതായത് ഏതെങ്കിലും സാധനം HD ഓഡിയോ ഔട്ടുള്ള വീഡിയോ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 4K വീഡിയോസ് ഉള്ള എൻ്റെ ഉള്ളത് വെച്ചിട്ട് അതിനകത്തെല്ലാം ഞാൻ 7.1 ഓഡിയോ, മാസ്റ്റർ ഓഡിയോ അല്ലെങ്കിൽ HD ഓഡിയോ ആണ്. അപ്പോൾ അതിനകത്തിലെന്ന് പറഞ്ഞാൽ ഈ ലോസ്ലെസ് ഓഡിയോ ആയതുകൊണ്ട് എനിക്ക് അതിന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെ വെച്ചിട്ട് കേൾക്കുമെന്നുള്ളൊരു പ്രശ്നമായിരുന്നു. പക്ഷെ നമ്മൾ ഈ കൂടുതൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ AVR തേങ്ങയോ പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും നോക്കുന്ന ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും കണ്ടു കിട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് മേടിച്ച് ചോദിച്ചു. ഇത് മേടിച്ച് വെച്ചതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ചെറിയ ഒരു ഹോം തിയേറ്റർ എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. അതൊരു പ്ലാനും പദ്ധതിയോ കയ്യിലുണ്ട്. പക്ഷെ അതിനൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എതിർപ്പുകൾ പലയിടത്തും നിന്നുള്ളത് കൊണ്ട് ഞാനതിങ്ങനെ നിർത്തി വെച്ചേക്കുക. പക്ഷെ അത് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഏറ്റവും ചെറിയ എന്താ പറയുക ഒരു ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ സാധനമാണല്ലോ വിചാരിക്കുക. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കാരാണെന്ന് നമുക്ക് അങ്ങനെ ഹോം തിയേറ്റർ പോലെ നമുക്കൊന്ന് മൂവി കാണണം. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാമ്പിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പ്രൊജക്ടർ യൂസ് ചെയ്യാം. അതായത് ഏറ്റവും ശരിയാണ്. ക്യാമ്പ് ചെയ്യുന്ന സമയങ്ങളിൽ നല്ല ബാറ്ററി പവർ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇൻവെർട്ടർ ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാമെന്ന് വെച്ചു. ജസ്റ്റ് നമുക്കൊരു ഇതിനു വേണ്ടി പറയാം. ഞാൻ പറയണേ ഇത് വേണമെന്നില്ല, നിങ്ങൾ ബാറ്ററി ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു വലിയ സ്ക്രീനിൽ നിങ്ങൾ കാണണം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാൻ വലിയ സ്ക്രീനിൽ വീഡിയോ കണ്ടിട്ട് മാത്രം ഒരു കാര്യമില്ല. ഈ വീഡിയോ കൊണ്ട് മാത്രം ഒരു വലിപ്പം നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അറിയോ, നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വലിപ്പത്തിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ബാറ്ററി പവർഡായിട്ട് ഒരു പ്രൊജക്ടർ നിങ്ങൾ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ അപ്പോഴും ഉപയോഗിക്കുന്ന ഒരു എന്താ സ്പീക്കർ കൺസോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും മാക്സിമം വേണമെങ്കിൽ ഒരു JBL ഒരു ചാർജ് മേടിച്ച് വെക്കുമായിരിക്കും അല്ലേ. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്കതൊരു 5.1 നമുക്ക് സറൗണ്ടായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇന്ന് മാർക്കറ്റിൽ അത് അവൈലബിൾ അല്ല. അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. കാര്യം നിങ്ങൾക്ക് ഹോം തിയേറ്റർ മേടിച്ചാൽ നിങ്ങളത് എക്സ്ട്രാ പവർ കൊടുക്കണം, പിന്നെ വയർ കണക്ഷൻസും എല്ലാം കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ വയർ കണക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണല്ലേ ഞാൻ ഈ കാണിക്കുന്നത് പറഞ്ഞാലേ, ബ്ലൂടൂത്ത് വഴി നിങ്ങൾക്ക് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യാനും പറ്റുന്ന കാര്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള സ്പീക്കറുകളാണ്. ഈ ചെറിയ സ്പീക്കർ ഇത്രയുള്ള സ്പീക്കറാണ്. ഇതിൻ്റെ വലിപ്പം വലുതും ചെറുതും വലുതുമൊക്കെയാണ്. അതുപോലെ പ്രൈസിനനുസരിച്ച് മാറ്റമുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. എന്തിന്? സ്പീക്കറുകളായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബ്ലൂടൂത്ത് കണക്ട് ചെറിയ സാധനങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ ഇങ്ങനൊരു സാധനമുണ്ട് എന്ന് വെക്കുക. നിങ്ങളൊരു പ്രൊജക്ടറുണ്ട്. നിങ്ങൾ ഈ പ്രൊജക്ടർ ഇതിലേക്ക് USB കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററി ഉണ്ടെന്നുണ്ട്. ആ ബാറ്ററിയിലേക്ക് തന്നെ
ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു USB ഹബ്ബ് വാങ്ങേണ്ട ഒരു കാര്യമുള്ളൂ. ഒരു USB ഹബ്ബ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ മറ്റേ ബ്ലൂടൂത്തിൻ്റെ USBകളെല്ലാം കുത്തി വെക്കുക. എന്നിട്ട് ആ USBയുടെ ഓഡിയോ ഇന്നിൻ്റെ ആ ഭാഗം മീൻസ് അതിലേക്കുള്ള ഓഡിയനുണ്ട്, അവിടേക്ക് ഇതിൻ്റെ ഈ 5.1 നിങ്ങൾക്ക് 7.1 ആണെങ്കിലും കുത്താം, അതിലേക്ക് കുത്തുക. എന്നിട്ട് ഇതിലേക്ക് അതിനകത്തിൽ ഞാൻ പറഞ്ഞു വന്നതിനകത്ത് സ്പീക്കറിനകത്ത് ഇതാണ് കുറച്ചും കൂടെ നല്ലത്. കാര്യം വെച്ചാൽ ഇതിന് സ്റ്റീരിയോ സ്പീക്കറുകൾ അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ബ്ലൂടൂത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കർ അവിടെ എവിടെയും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് 7.1 ആണെങ്കിൽ 1 2 3 4 5 6 ഓക്കെ 6 കഴിയുമെന്ന് വെച്ചോ. പിന്നെ ഈ 6 സ്പീക്കേഴ്സ് കണക്ട് ചെയ്തു. പക്ഷേ ഈ സെൻറ്ററിനും ബാസിനും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവാണ് നിങ്ങൾക്കൊരു JBLന്റെ ചാർജോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു ബാസ് ട്യൂബുള്ളൊരു സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ 2 ഇതുണ്ട്, സെൻറ്ററും സബും ഉണ്ട്. അത് രണ്ടും അതിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ഇതിലേക്ക് ഓഡിയോ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സബും സെൻറ്ററുമായിട്ട് അത് തന്നെ അത് വർക്ക് ചെയ്തോളൂ. നിങ്ങളൊന്നും അറിയണ്ട, ബാസ് അതിൻ്റെ കൂടെ തന്നെ വന്നോളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണപ്പം കൂടി വന്ന ആ സാധനങ്ങളാണ് പെറുക്കി കിട്ടിയത്. ഈ പറഞ്ഞ കുഞ്ഞു സ്പീക്കറിനെ പെറുക്കി കിട്ടിയത് ഒരു ഇത്രയും പൊക്കത്തിലുണ്ടാവുള്ളൂ, ഒരു ഇത്രയും വലിപ്പത്തിൽ ഇത്രയും പൊക്കം ഉണ്ടാവുള്ളൂ. അത്രയും പൊക്കത്തിൻ്റെ കൂടെ ഒരു JBL ഫ്ലിപ്പ് ഒരു ഇത്രയും കൂടെ ഒരു ബോക്സിനുള്ളിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നു. ആരെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്യാം.